Hello guys. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് എന്താണ് ഫ്ലോറൽ പ്രിൻറ്റ്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ പ്രിൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒരാവശ്യമില്ലാത്തൊരു പേപ്പർ എടുക്കുന്നു, അതിനകത്ത് ഇതുപോലെ കളർ അടിച്ചു കൊടുക്കുന്നു, പിന്നെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതുപോലെ പടങ്ങൾ വരച്ചെടുക്കും. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റിനകത്ത് ഇതുപോലെ ഒരു കവർ ഉണ്ടാക്കിയിട്ട് അതെല്ലാം എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്ക്രാപ്പ് ബുക്ക് ഐഡിയാസ് കാണാം. പേപ്പർ എടുത്ത് ഇതുപോലെ കുഞ്ഞു ഷീറ്റുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ഡിസൈനും വരച്ചു കൊടുക്കാം. എനിക്കിതുപോലെ സ്ക്രാപ്പ് ബുക്ക് ഐഡിയാസ് ഒന്നും അറിയില്ല, കുറച്ച് ഇൻട്രസ്റ്റിലും കുറച്ച് ഞാൻ കയ്യിൽ നിന്നിട്ടും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കില്ലല്ലോ. നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതും പ്ലാസ്റ്റിക് കവറിലാക്കി എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഐറ്റമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഞാൻ സ്റ്റാമ്പുകളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനിതുപോലെ സ്ക്വയർ പീസുകളാക്കിയിട്ട് വെച്ചിട്ട് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. ക്യൂട്ടായതും അല്ലാത്തതും എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഹോൾ ഇടുന്ന ഈ ഒരു മെഷീനിലോ അത് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിസൈനിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കത്രിക വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് കൊടുത്തത്, അല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ സ്റ്റാമ്പ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലാസ്റ്റിക് കവറിലാക്കി എടുത്തു വയ്ക്കാം. സോ നമ്മുടെ 3 ഐറ്റംസും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കരുത്. ഇതുപോലെ രസകരമായ ജേർണൽ സപ്ലൈസ് ഇനിയും വേണമെങ്കിൽ കമന്റിൽ പറയാൻ മറക്കില്ലല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.